ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു നല്ലൊരു പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ കൺമണി ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു കേട്ടോ. അതേപോലെ അച്ഛനോടും അതുപോലെ ഗോകുലിനോടും സമ്മതം വാങ്ങിയ ശേഷം ഓഫീസ് വണ്ടി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. പെട്ടെന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ഞെട്ടിക്കുന്നൊരു സത്യം അറിയുന്നത്. ഇത് ഓഫീസിലെ വണ്ടിയല്ലല്ലോ അമ്പേ, ഇത് ആരാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഇറങ്ങുന്നത് ആ എസ് ഐയും അതുപോലെ തന്നെ നമ്മുടെ വരുണുമാണ്. വരുണും അതുപോലെ തന്നെ അയാളും വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണിയുടെ കല്യാണത്തിൻ്റെ അന്ന് ആരെയും അതിനകത്ത് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കൃഷിനെ 2 ദിവസത്തിനകത്ത് എന്തായാലും കല്യാണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കല്യാണ തീയതി ഉറപ്പിച്ചിട്ടുണ്ടല്ലോ, 2 ദിവസത്തിനുള്ളിൽ കല്യാണം ഉണ്ടാവും. കല്യാണം മുടക്കാനായിട്ട് ക്രഷ് വരും എന്നുള്ളത് ഉറപ്പാണ് വരുണിന് കൺമണി എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. അതിന് ഏത് അറ്റകൈ പ്രയോഗം വേണമെങ്കിലും കൺമണി നടത്തും. അതുകൊണ്ട് തന്നെയാണ് ഇവരോട് ശത്രുതയുള്ള ആ ഒരു എസ്സീനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. അതിനുശേഷം തന്നെ പറയുന്നുണ്ട് കൺമണിയോട്, എന്നെ ഓർമ്മയുണ്ടോ നിനക്ക് എന്ന് ചോദിക്കാട്ടോ. കൺമണിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പക്ഷേ വരുണിനെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുൺ ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നത്. അപ്പോഴത്തേനും സാറ് ചോദിക്കുന്നുണ്ട്, എന്നെ നിനക്ക് അറിയോ കൺമണി എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ നിൻ്റെ കൃഷിന് സുഖമാണോ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും കൺമണി ആകെ ദേഷ്യത്തോടുകൂടി നോക്കുന്നുണ്ട് കേട്ടോ. കാരണം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വരുൺ ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം തന്നെ ഞാൻ ഉള്ളിൽ പോയിട്ട് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കട്ടെ, കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനിടയിൽ കൂടെ തന്നെ നമ്മുടെ കൃഷ്ണനെയാണ് കാണിക്കുന്നത് കേട്ടോ. എന്തായാലും മാനസയുടെ അമ്മ അങ്ങോട്ട് വന്നതോടുകൂടി തന്നെ ആകെ പ്രശ്നങ്ങളായിരിക്കുകയാണ് ചെയ്യുന്നത്. കൊണ്ട് തന്നെയാണ് കൃഷ് വേഗം ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് അമ്മായിമാരെ തന്നെയാണ്. അമ്മായിമാർക്ക് കൊടുക്കാനുള്ള സാരിയൊക്കെ ആയിട്ടാണ് വരുൺ വന്നിരിക്കുന്നത് കല്യാണ ദിവസം. ഇത് കിട്ടുന്ന അമ്മായിമാർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ പറഞ്ഞ അതേ ഡിസൈനുള്ള സാരികളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്, അത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവെന്ന് പറയുന്നത് കാണുന്ന അമ്മായിമാർ തുള്ളിച്ചാടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൺമണിയോട് വരുൺ പറയുന്നുണ്ട്, നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചേ? കല്യാണ ദിവസം തന്നെ നീ മുങ്ങാമെന്ന് വിചാരിച്ചോ? അവൻ കെട്ടിയ താലി നിൻ്റെ കഴുത്തിലുള്ള ധൈര്യത്തിലാണോ നീ നിൽക്കുന്നത്? കല്യാണം ഉറപ്പിച്ചത് ഞാനാണ്, നീയാണ് എന്നെ വിവാഹ നിശ്ചയം കഴിച്ചത്. അതുകൊണ്ട് നീ കല്യാണം നടന്നേ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് പോലീസുകാർ വരെ കാവലായിരിക്കും. ആ രജിസ്റ്റർ ഓഫീസിൽ ഒരു മനുഷ്യൻ എത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും നിനക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് പിന്മാറാനും സാധിക്കില്ല കൺമണി, ഞാൻ നിന്നെ പെടുത്തിയിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ടോ. ഇത് കേൾക്കുന്ന കൺമണി ആകെ വിഷമിക്കും. ഇത് കാണിക്കുന്നത് ധനലക്ഷ്മിക്ക് നല്ല പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മായി, ഏട്ടത്തി പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടത്തിയല്ലോ, ഇതിനേക്കാൾ ഉപകാരങ്ങൾ ഞാൻ ഇനിയും തരും. പക്ഷേ ഇത് നല്ല രീതിക്ക് തന്നെ നടത്തി എൻ്റെ കഴുത്തിൽ ഞാൻ തന്നെ കാല് കെട്ടി അവളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് വരെ എല്ലാ സപ്പോർട്ടിനും ഏട്ടത്തി കൂടെ ഉണ്ടാവണമെന്ന് പറയാണ്. അതെന്തായാലും ഉണ്ടാവും, നിൻ്റെ കൂടെ ഞാൻ തന്നെ ഉണ്ടാവും കൺമണി. എത്രയും പെട്ടെന്ന് തന്നെ ആ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് എനിക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുള്ളൂ എന്നൊക്കെ ധനലക്ഷ്മി പറയുന്നുണ്ട്. ഇതെല്ലാം വിഷമത്തോടു കൂടി കേട്ടും കണ്ടു നിൽക്കുന്ന കൺമണിക്ക് സങ്കടം വരുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ കൃഷിസാറിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള മനോവിഷമത്തിലുമാണ് കൺമണി. പക്ഷേ കൃഷി എന്തായാലും വന്ന് കൺമണിയെ രക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ പ്രമോ വിശേഷം കഴിയുന്ന നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.